Hello and welcome back to my channel. So ഇന്നൊരു കുട്ടി വ്ളോഗാണ്. ഞങ്ങളുടെ പാലക്കാട് മറൈൻ വേൾഡ് എന്ന് പറഞ്ഞൊരു എക്സിബിഷൻ വന്നായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ നീസ് ആൻഡ് നെഫ്യൂ ഞങ്ങൾ 3 പേരും കൂടെ കാണാൻ പോയതാണ്. യൂഷ്വലി അത് വന്നിട്ട് കുറേ ആയി, പക്ഷേ അവരുടെ എക്സാംസും പിന്നെ എൻ്റെ ക്ലാസ്സസും എല്ലാം കൂടെ ആയപ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ പോകാൻ പറ്റിയില്ല. ഐ തിങ്ക് ഇറ്റ് ഈസ് ഓവർ, ഐ എം നോട്ട് ഷുവർ. പക്ഷേ വി വെൻറ്റ് ലാസ്റ്റ് സാറ്റർഡേ. അതുകൊണ്ട് തന്നെ സാറ്റർഡേ ആയതുകൊണ്ടും ടുവേർഡ്സ് എൻഡ് ആവാനായതുകൊണ്ടും നല്ല തിരക്കുണ്ടായിരുന്നു. ഇതൊക്കെ ആനിമൽസിൻ്റെ സെക്ഷനാണ്. നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ അവിടെ കുറേ ആനിമൽസും അതിൻ്റെയൊക്കെ ചെറിയൊരു മോഷൻ പോലെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാം തലയാട്ടലും ബോഡി മൂവ്മെൻറ്റ്സും എല്ലാം ആയിട്ട് നല്ല ഫണ്ണായിരുന്നു കാണാൻ. കുട്ടികൾക്ക് ഇതൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പിന്നെ വരുന്നതൊക്കെ ഫിഷിൻ്റെ ഏരിയ ആയിരുന്നു. ഒന്ന് എനിക്ക് ഫിഷ് കാണാനും കഴിക്കാനും ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും നിഹൽ എന്നാണ് എൻ്റെ നെഫ്യൂൻ്റെ പേര്. ആൻഡ് ഹീ ഈസ് വെരി എക്സൈറ്റഡ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ ഹീ ഗെറ്റ്സ് വെരി എക്സൈറ്റഡ്. ഇറ്റ്സ് ജസ്റ്റ് 10 years old. അപ്പോൾ അതുകൊണ്ടും നല്ല പുള്ളിയുടെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുമാണ് ഞങ്ങളിത് കാണാൻ പോയത്. ഇറ്റ് വാസ് റിയലി നൈസ്. പല വേരിയൻസ് ഓഫ് ഫിഷ് പുള്ളി വളർത്തുന്നുണ്ട്. അവൻ്റെ കയ്യിൽ കുറേ ഫിഷസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഇത് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫിഷും നല്ല പിങ്ക് നമ്മൾ കാണാത്ത കളറൊക്കെ ടൈപ്പ് ഓഫ് ഫിഷ് ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ആക്ച്വലി പാലക്കാട് മലമ്പുഴ ഒരു ഫിഷ് അക്വേറിയം ഉണ്ട്, മലമ്പുഴയിൽ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ സീൻ ഇതാണ്. ഒരു സ്കൂബ ഡൈവർ ഇറ്റ് വാസ് കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്തോ അത് കണ്ടപ്പോൾ ഭയങ്കര സഫക്കേഷനായിരുന്നു, ഒരു കേജ്ഡ് ആയിട്ടുള്ള ഫീൽ പോലെ തോന്നി. ആൻഡ് ദിസ് വാസ് മൈ ഫേവറേറ്റ് പാർട്ട്. ഒരു ഹോൾ ഏരിയയിൽ നമ്മളൊരു അക്വേറിയത്തിൻ്റെ ഉള്ളിലൂടെ പോകുന്നൊരു ഫീലായിരുന്നു. ഇറ്റ് വാസ് റിയലി നൈസ്. അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത് ഞാൻ ബേസിക്കലി ഇത് കാണാനല്ല പോയത്, അതിൻ്റെ ഉള്ളിൽ എക്സിബിഷൻസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് കാണാനാണ്. ആൻഡ് ഓഫ് കോഴ്സ് അവർക്ക് രണ്ടുപേർക്കും മെർമെയ്ഡിനെയും മെർമാനൊക്കെ ഉണ്ടെന്ന് കണ്ടപ്പോൾ അതെന്തായാലും കാണണം എന്നുള്ളൊരു മാൻഡേറ്ററി റൂളാണല്ലോ. ആൻഡ് ദിസ് വാസ് വെരി നൈസ് ടു സീ. ഞാൻ മെർമാനെ ഇതുവരെ ഷോകളിലൊന്നും അധികം കണ്ടിട്ടില്ല, ബട്ട് ദിസ് വാസ് നൈസ്. ആൻഡ് അത് നല്ല രസമുണ്ടായിരുന്നു. എസ്പെഷ്യലി ആ ഒരു ഏരിയയിലായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ തിരക്ക് കണ്ടതും, മെർമെയ്ഡും മെർമാനിനെയും കാണാൻ. പിന്നെ പുറത്ത് കുറേ റൈഡ്സും കാര്യങ്ങളും, പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറേ ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ഫുൾ വീക്കെൻഡ് ഈ ഒരു യാത്രയായിട്ട് എൻജോയ് ചെയ്തു. താങ്ക് യു ഫോർ വാച്ചിങ്.